ഹായ് എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. അപ്പോൾ നമ്മുടെ RRB ALP എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ ഒരുപാട് ഡൗട്ടുകളുമായിട്ട് നമുക്ക് ഒരുപാട് ഫോൺ കോൾസ് വരുന്നുണ്ട്. പല കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. ഏജ് റിലാക്സേഷൻ്റെ കാര്യം, മെഡിക്കൽ സ്റ്റാൻഡേർഡിൻ്റെ കാര്യം, ക്വാളിഫിക്കേഷൻ്റെ കാര്യം, അല്ലെങ്കിൽ ചോദിച്ചിട്ട് ഒരുപാട് ഫോണുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഫോണുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒന്നിച്ചു വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ലെങ്തി ആയിരിക്കും. ഒരു മണിക്കൂറൊക്കെ വരും. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുമ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ആവശ്യം ഉണ്ടായതും വരില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കുകളും എടുത്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RRB ALP എക്സാമിന് വരുന്ന ഏജ് റിലാക്സേഷൻ എങ്ങനെയാണ്, ഏജ് ലിമിറ്റ് എന്താണെന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് ഏജിൻ്റെ കാര്യം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ഏജിൻ്റെ കാര്യം പറയുമ്പോഴേക്കും നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെയിൽവേ നടത്തുന്ന അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമാണ് RRB ALP. അപ്പോൾ ജനറൽ ഏജ് എന്ന് പറയുന്നത് എത്ര വയസ്സ് വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഫസ്റ്റ് ഡൗട്ട് വന്നിരിക്കുന്നത് അവിടെയാണ്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം 33 വയസ്സ് വരെയുള്ളവർക്ക് എഴുതാൻ പറ്റുമായിരുന്നു. അതിൻ്റെ കാരണം കൊറോണ കാരണം. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം ഈ എക്സാം ആദ്യമായിട്ട് നടക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആ നഷ്ടപ്പെട്ട വർഷങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 വർഷം ഏജ് റിലാക്സേഷൻ എല്ലാ എക്സാമുകൾക്കും എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും റെയിൽവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 18നും 33നും ഇടയിൽ എക്സാം എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമാണ് ALP എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക. പക്ഷെ അതിൽ ചില റിലാക്സേഷൻസ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് SC/ST കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക്. SC/ST കാറ്റഗറി വരുന്ന ആൾക്കാർക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതായത് അവർക്ക് 35 വയസ്സ് വരെ ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തേത് OBCയിലെ നോൺ ക്രിമിലെയർ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക്. OBCയിലെ നോൺ ക്രിമിലെയർ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് അവർക്ക് 33 വയസ്സ് വരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഈ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്നത് എക്സ് സർവീസ് മാനിൻ്റെ കാൽക്കുലേഷൻ എഗെയിൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ആഫ്റ്റർ റിഡക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് സർവീസ് ഫ്രം ഏജ്. അതായത് ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ആളാണെന്ന് വിചാരിക്കുക. 40 വയസ്സുള്ള ആൾ, ഈ 40 വയസ്സുള്ള ആൾക്ക് ഒരു 15 വർഷത്തെ 40 വയസ്സുള്ള ആൾ 15 വർഷത്തെ സർവീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം. ഒറിജിനൽ ഏജിൽ നിന്നും സർവീസ് ചെയ്ത വർഷം കുറയ്ക്കണം. അപ്പോൾ ഇയാൾക്ക് പ്രായം എത്ര വരും? 25 വയസ്സ് വരും അല്ലേ? 25 വയസ്സ് വരും. അപ്പോൾ ഈ 25 വയസ്സെന്ന് പറയുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളൊരു പ്രായമാണല്ലോ. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അത് കൂടാതെ ഒരു 3 വർഷത്തെ റിലാക്സേഷനും കൂടി ഇവർക്ക് എന്ത് ചെയ്യും? കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എഗെയിൻ 40 വയസ്സ് പ്രായമുള്ള ഒരാൾ 10 വർഷത്തെ സർവീസ്, അല്ലെങ്കിൽ വേണ്ട 10 വർഷത്തെ സർവീസ് ആണെങ്കിൽ എത്ര വയസ്സ് വരും? ഇത് ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 30 വയസ്സ് വരും അല്ലേ? 30 വയസ്സ് വരും. അതേകെ ഈ ഏജ് ലിമിറ്റിനകത്ത് വരും. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സപ്പോസ് ഇത് നോക്കുമ്പോൾ 9 വർഷത്തെ സർവീസേ ഉള്ളെന്ന് വിചാരിച്ചോളൂ. 9 വർഷത്തെ സർവീസ് ആണെങ്കിൽ 40 മൈനസ് 9 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കിട്ടാൻ പോകുന്നത് 31 അല്ലേ? അപ്പോൾ ഈ 31 വെച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 31 വയസ്സ് വരും. ഈ 31 വയസ്സ് വന്നാലും നോക്കിയേ, ഇവിടെ ഒരു 3 വർഷം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ 31 പ്ലസ് 3 വരും. അതായത് 31 പ്ലസ് 3 അല്ല, അപ്പർ ഏജ് ലിമിറ്റ് 30 അല്ലേ? 30
+3 വരും 33. 33-ൽ താഴെ വന്നതുകൊണ്ട് ഇയാൾക്ക് വീണ്ടും എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഒരു പ്രാവശ്യവും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, മനസ്സിലായവർ സ്കിപ്പ് ചെയ്തോളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, 40 വയസ്സുള്ള ഒരാൾ, അയാൾക്ക് 15 വർഷം സർവീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് 25 ഒറിജിനൽ ഏജിൽ നിന്നും നമ്മൾ സർവീസ് കുറയ്ക്കുമ്പോൾ 25 എന്ന് കിട്ടും. ഈ 18-നും 30-നും ഇടയിൽ വരുന്നത് കൊണ്ട് അയാൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 40 വയസ്സുള്ള ഒരാൾ, അയാൾക്ക് 10 വർഷമാണ് സർവീസ് ഉള്ളതെങ്കിൽ അയാൾക്ക് 30 വയസ്സായിരിക്കും. അപ്പോഴും അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ ഏജ് 18-നും 30-നും ഇടയിലല്ലേ അയാൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇയാൾക്ക് സപ്പോസ് 9 വർഷം സർവീസേ ഉള്ളെന്ന് വിചാരിക്കൂ. 40 - 9, അപ്പോൾ എത്ര വരും? 31 ഇയേഴ്സ് വരും. ഈ 31 വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ ആണെങ്കിൽ പോലും അവർക്ക് 3 ഇയേഴ്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട്. അപ്പം മാക്സിമം ഏജ് ലിമിറ്റ് 30 ആണെങ്കിൽ ഇവിടത്തേത് നമുക്ക് എത്ര വരെ വരാം? 33 വരെ വരാം. 33 വരെ വരാം. 33-നേക്കാൾ കുറവാണ് 31. അപ്പം അതുകൊണ്ടും ഇയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എക്സ് സർവീസ്മെൻ OBC NCL കാറ്റഗറിയിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ 36-ൽ താഴെ ഈ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന നമ്പർ നമുക്ക് 36-ൽ താഴെ വന്നാൽ മതി. ഓക്കെ, ഇനി SC ST കാറ്റഗറിയിൽ വരുന്ന എക്സ് സർവീസ്മെൻ ആണെങ്കിൽ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന നമ്പർ 38-ന് താഴെ വന്നാൽ മതി. അതായത് ഒറിജിനൽ ഏജിൽ നിന്നും സർവീസ് കുറച്ച് കിട്ടുന്ന നമ്പർ 33-ൽ താഴെയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്കുള്ളവർക്കും, 36-ൽ താഴെയാണെങ്കിൽ നമ്മുടെ OBC NCL കാറ്റഗറിയിലുള്ളവർക്കും, അതുപോലെ തന്നെ 38-ൽ താഴെയാണെങ്കിൽ SC ST കാറ്റഗറിയിലുള്ള എക്സ് സർവീസ്മെനും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ജനറലി പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഗ്രൂപ്പ് സിയിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിയിലോ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് മിനിമം 3 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതല്ല എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണെങ്കിലും മതി. അതായത് ആരെങ്കിലും ലീവിന് പോകുന്ന സമയത്ത് അവർക്ക് പകരം വർക്ക് ചെയ്യില്ലേ, അങ്ങനത്തെ ആൾക്കാരായാലും കുഴപ്പമില്ല. അവർക്കും 3 വർഷത്തെ സർവീസ് ഉണ്ടാവണം. സർവീസ് ബ്രേക്ക് ചെയ്ത സർവീസ് ആയാലും കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ആദ്യം ഒരു വർഷം വർക്ക് ചെയ്തു, ഒരു 2 മാസം ലീവ് എടുത്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 വർഷം വർക്ക് ചെയ്തു, അങ്ങനെ 3 വർഷം വന്നാലും കുഴപ്പമില്ല. പക്ഷേ എന്താണ്, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷമോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷമോ സർവീസ് ഉണ്ടെങ്കിൽ അവർ UR EWS കാറ്റഗറിയിലുള്ളവർക്ക് 40 വയസ്സ് വരെയും, OBC NCL കാറ്റഗറിയിലുള്ളവർക്ക് 43 വയസ്സ് വരെയും, SC ST കാറ്റഗറിയിലുള്ളവർക്ക് 45 വയസ്സ് വരെയും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ എന്ത് പറഞ്ഞു? റെയിൽവേയുടെ തന്നെ ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി കാറ്റഗറിയിൽ ജോലിയുള്ളവർ, അതല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടെങ്കിലും കയറിയവരാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം കണ്ടിന്യൂസ് ആയിട്ടോ ബ്രേക്ക് ചെയ്തിട്ടോ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഏജ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ക്വാസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളിൽ, റെയിൽവേയുടെ തന്നെ കീഴെ വരുന്ന ക്വാസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ, അതായത് റെയിൽവേയുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഓഫീസുകളാണ്, പക്ഷേ ഡയറക്റ്റായിട്ട് റെയിൽവേയുടെ അണ്ടറിൽ വരുന്ന ഓഫീസുകളല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്യാൻറ്റീൻസ് അല്ലെങ്കിൽ റെയിൽവേയുടെ കൂടെ വരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്തുണ്ട്, നമ്മുടെ ഏജ് ലിമിറ്റ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏജ് ലിമിറ്റ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ വിഡോസ്, വിധവകൾ, അല്ലെങ്കിൽ ഡിവോഴ്സീസ് അല്ലെങ്കിൽ ജുഡീഷ്യറി ഹസ്ബൻഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. പക്ഷേ എന്താണ് കാര്യം, അവർ റീമാരീഡ് ആയിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് 35 വയസ്സ് വരെയും, OBC NCL കാറ്റഗറിയിൽ വരുന്നവർക്ക് 38 വയസ്സ് വരെയും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? കഴിഞ്ഞിട്ടില്ല. അടുത്ത് നമ്മൾ അപ്രന്റിസിപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം.
നിങ്ങൾ ALP എക്സാമിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ MTS അല്ലെങ്കിൽ ALP എക്സാമിനൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു കൃത്യമായ സിലബസോട് കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ALPക്ക് MTSന് അതുപോലെ തന്നെ SSC GDക്കൊക്കെ ദിശയിൽ പുതിയ ബാച്ചുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് MTSൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് April 22-നാണ്. ALPയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് April 23-നാണ്. അതുപോലെ തന്നെ GD എക്സാമിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് April 21-നാണ് കേട്ടോ. April 21-നാണ്. GDയുടേത് April 21, ALP April 23, അതുപോലെ തന്നെ MTSൻ്റെത് April 22-നുമാണ് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഓരോ ബാച്ചുകളും ആ പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ബാച്ചുകളാണ്. അപ്പോൾ ALP എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ ALPയുടെ സിലബസ് കൃത്യമായിട്ട് നോക്കിയിട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഞാൻ ജസ്റ്റ് ഈ കോഴ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതേ ഉള്ളൂ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മളുടെ വിഷു പ്രമാണിച്ചിട്ട് നമ്മൾക്കൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്, വിഷു ഓഫർ ഉണ്ട്. അതായത് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 23-നല്ലേ. അപ്പോൾ ഒരു ഏർലി ബേർഡ് ഓഫറായിട്ട് നിങ്ങൾ April 14 വിഷുവിൻ്റെ അന്ന് മുതൽ April 14 മുതൽ 21 വരെ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കോഴ്സിന് ALPക്കോ MTSനോ അല്ലെങ്കിൽ GDക്കോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീസിൽ നിന്നും കാര്യമായ ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. കാര്യമായ ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും. ALPക്ക് എനിക്ക് തോന്നുന്നു 1000 rupees ഡിഡക്ഷൻ ഉണ്ടാവും നിങ്ങളുടെ കോഴ്സ് ഫീസിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പർ 8075753676 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ 7012615062 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടൈം മറക്കണ്ട. 14-നും 21-നും ഇടയിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഓഫർ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ സമയത്തിനുള്ളിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അടുത്ത് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ആക്ടിൻ്റെ കീഴിൽ അപ്രന്റീസ്ഷിപ്പ് ഓഫ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 25 വയസ്സിന് മുന്നേ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെയും, OBC NCL കാറ്റഗറി ആണെങ്കിൽ 38 വയസ്സ് വരെയും, SC ST കാറ്റഗറി ആണെങ്കിൽ 40 വയസ്സ് വരെയും ഈ ALP എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് കാൻഡിഡേറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ ഡേറ്റ്സ് ഗിവൻ ബിലോ. ഈ 2 ഡേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ഡേറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏജ് ഗ്രൂപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18-നും 30-നും ഇടയിലുള്ളവരെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അപ്പർ ഏജ് ലിമിറ്റ്, അതായത് ജനിച്ചത് ഏത് സമയത്തായിരിക്കണം, മാക്സിമം അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 2 ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഈ OBC CL എന്ന് പറയുന്നത് OBCയിലെ NCL അല്ലാത്ത ആൾക്കാരാണ് കേട്ടോ. നോൺ ക്രിമിലെയർ സ്റ്റാറ്റസ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ജനറൽ അല്ലെങ്കിൽ OBC CL കാറ്റഗറി അല്ലെങ്കിൽ EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 2/7/1995 ജനിച്ച ആൾക്കാരായിരിക്കണം. അറ്റ്ലീസ്റ്റ് അന്നെങ്കിലും ആയിരിക്കണം. 1-ാം തീയതി ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി OBC NCL കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 2/7/1992 മുന്നേ ജനിച്ച ആൾക്കാരായിരിക്കണം. SC ST ആണെങ്കിൽ 2/7/1990 ശേഷം, മുന്നേ അല്ല കേട്ടോ, ശേഷം ജനിച്ച ആൾക്കാർ. അപ്പം അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 2/7/95 ശേഷം ജനിച്ച ആൾക്കാർ, OBC NCL ആണെങ്കിൽ 2/7/92 ശേഷം ജനിച്ച ആൾക്കാർ, SC ST ആണെങ്കിൽ 2/7/1990 ശേഷം ജനിച്ച ആൾക്കാർക്ക് മാത്രമേ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇനി ലോവർ ഏജ് ലിമിറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മിനിമം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/7/2007 ജനിച്ച ആൾക്കാരായിരിക്കണം. മിനിമം എന്ന് പറയുന്നത് 1/7/2007 ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും 2 കാരണങ്ങൾ കൊണ്ട് 2 ഫേസിൽ 2 ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ OBCയും ആണ് അതുപോലെ തന്നെ വിഡോയും ആണെന്ന് വിചാരിച്ചോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് കാറ്റഗറിക്കാണോ കൂടുതൽ വർഷം
നമുക്ക് ഏജ് റിലാക്സേഷൻ ഉള്ളത്. ആ ഒരെണ്ണം മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ രണ്ടും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഇത് ഏതിലാണോ കൂടുതൽ വർഷമുള്ളത് അത് നിങ്ങൾക്ക് കിട്ടും. രണ്ടും കൂടെ കൂടി ഒരു കുമുലേറ്റീവ് ഇഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കറക്റ്റായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, നിങ്ങൾ SC ST അല്ലെങ്കിൽ OBC NCL കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ അത് സർട്ടിഫിക്കറ്റ് ഒന്നും വെക്കാതെ അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, OBC NCL അല്ലെങ്കിൽ SC ST കാറ്റഗറി അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, നമ്മൾ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് റിസർവേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് പോയാൽ കിട്ടില്ല. ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ അത് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഏജിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ALPയുടെ സ്പെഷ്യൽ കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട. ഞാൻ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയ സമയമാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.